ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ പ്ലീഡർ നിയമനത്തിലടക്കം ആ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വരുന്ന വിമർശനങ്ങളാണ് ഇന്നത്തെ ഒരു വാർത്തയായി വന്നിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ CPM-ലെ ചില ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ, ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ എന്ന രൂപത്തിൽ വരുന്നു എന്നതിനൊഴിച്ചാൽ അത് ഒരുമിച്ചുള്ളൊരു പ്രതിഷേധമോ പ്രതികരണങ്ങളോ ആയി വരുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. വിഷയങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഒറ്റക്കെട്ടല്ല എന്നുള്ളത് വലിയ രീതിയിൽ ബാധിക്കില്ലേ? സർക്കാരിനെ സംബന്ധിച്ച് ഗുണമാണ് പ്രതിപക്ഷം ഇങ്ങനെ രണ്ടായി മൂന്നായി നിൽക്കുന്നത്. അല്ല, കേരളത്തിൽ ഇപ്പോൾ വലിയൊരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്, ഭരണത്തിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥരുണ്ട്, ഫണ്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും. എത്ര ആഭ്യന്തരമായിട്ടുള്ള ചില കടലിണക്കങ്ങളോ അല്ലെങ്കിൽ ചില കൊതിക്കറിവുകളോ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ കോൺഗ്രസ് ഭരണത്തിലെല്ലാം ഇപ്പോൾ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ആ സർക്കാർ മുന്നോട്ട് പോകും. കാരണം ന്യായമായ ജനപിന്തുണയുണ്ട്, ന്യായമായ നിയമസഭാ പിന്തുണയുണ്ട്, കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു ക്യാബിനറ്റും അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനെതിരായിട്ട് ഒരു ജനകീയമായിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മുന്നണിയായി LDF-ന്, ഇടതുപക്ഷ ജനാധിപത്യം നിലനിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം യഥാർത്ഥത്തിൽ BJP-യെ പോലെ ഒരു പാർട്ടി കേരളത്തിൽ വളരെ ശക്തമായ ഒരു സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണിത്. 85, 86, 57 തെരഞ്ഞെടുപ്പിൽ 7% പാർട്ടി ഇപ്പോൾ 15%, 20% ഇടയിൽ എത്തി നിൽക്കുന്നുണ്ട്. ഇനിയൊരു ബ്രേക്ക് ത്രൂ അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അതുണ്ടാവാനുള്ള സാധ്യത ഒരു പരിധി വരെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലമാവുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വലിയ ബംഗാൾ മോഡൽ ഒരു മാറ്റം സംഭവിച്ചുകൂടായില്ല. CPM-ലെ അണികൾ ഇപ്പോൾ പാർട്ടിക്ക് ഒരു വലിയ താക്കീത് നൽകിയിട്ടുണ്ട്, ശക്തമായ ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ താക്കീത് കേൾക്കാൻ, ആ താക്കീതിനനുസരിച്ച് മാറാൻ CPM ലീഡർഷിപ്പ് തയ്യാറാവുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ മറ്റു വഴികളിലേക്ക് പോയെന്ന് വരും. അവരിഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി. രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ള സംഗതിയല്ല, അതൊരു തുടർച്ചയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു വെലോസിറ്റി ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു ഭാഗത്ത് കോൺഗ്രസും മറുഭാഗത്ത് BJP-യും എന്ന മട്ടിലുള്ള ഒരു പുതിയ രാഷ്ട്രീയ ഒരു പരിപ്രേക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ പൊളിറ്റിക്കൽ അജണ്ടയിലേക്ക് കേരളം പോവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുത്തൽ സമീപനം ഈ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ചർച്ചകളടക്കം നടക്കുമ്പോൾ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകില്ലെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. അതിനകത്ത് നടക്കുന്ന ചർച്ചകൾ, വിമർശനങ്ങളൊക്കെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ ഉൾപേജിലാണ് വാർത്തകൾ വരുന്നത്. സാധാരണഗതിയിൽ 1-ാം പേജിൽ സ്ഥാനം വഹിക്കേണ്ട വാർത്തകൾ അകത്തെ പേജിലേക്ക് പോകുന്നു. അത്രത്തോളം അതിൽ താല്പര്യം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ആശങ്കപ്പെടുത്തുന്ന കാര്യവുമാണ്. അല്ല, അതിൻ്റെ കാര്യം ഞാൻ 2004, 2005, 2006 ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അന്ന് പാർട്ടിയുടെ കോൺഗ്രസ് 18-ാം കോൺഗ്രസ് ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് പ്രകാശ് കാരാട്ടും സിതാറാം യെച്ചൂരിയും 2 ഭാഷകളിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നത്. ആദ്യം അവർ ഹിന്ദിയിൽ പറയും, പിന്നീട് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും, ഹിന്ദിയിൽ പറയും. ഈ 2 ഭാഷകളിലാണ് അവർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കാരണം ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ഇന്ത്യയിലെ ജനങ്ങളോട് മൊത്തത്തിൽ അവർ സംസാരിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബേബി സംസാരിക്കുന്നത്, ബേബി മലയാളത്തിലാണ് സംസാരിക്കുന്നത്, പിന്നെ കുറച്ച് ഇംഗ്ലീഷിലും പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കേരള പാർട്ടിയായിട്ട് പാർട്ടി മാറി എന്ന് പാർട്ടി മാത്രമല്ല, മാധ്യമങ്ങൾ മാത്രമല്ല, പാർട്ടി ലീഡർഷിപ്പ് അംഗീകരിക്കുകയാണ്. അല്ലെങ്കിൽ ഹിന്ദി അറിയുന്ന ഒരാളെ കൂടെ വെച്ചാൽ മതിയല്ലോ. ഹിന്ദി അറിയുന്ന ഒരാളെ കൂടി ബേബിക്ക് കൂടെ നിർത്താലോ, അദ്ദേഹത്തിനെ കൊണ്ട് സംസാരിപ്പിക്കാമല്ലോ. അപ്പോൾ പാർട്ടിയിൽ ഇപ്പോഴും ഹിന്ദി അറിയുന്ന ആളുകളൊക്കെ ബാക്കി ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഹിന്ദി മേഖലയിലുള്ള വിശാലമായൊരു ജനങ്ങളോട് സംസാരിക്കാൻ പോലും പാർട്ടിക്ക് താല്പര്യമില്ല. അവരുടെ അജണ്ട എന്താണ്, അവരുടെ മുദ്രാവാക്യം എന്താണ്, അവരുടെ പൊളിറ്റിക്കൽ പോളിസി എന്താണ്, അത് ജനങ്ങൾ ഇന്ത്യയിലുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളോട് സംസാരിക്കാൻ ഇന്ന് പാർട്ടി തയ്യാറില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെയുള്ള ഈ അനാവശ്യമായി ചക്കളത്തി പോരാട്ടങ്ങളിൽ സമയം കളയേണ്ടതുണ്ടോ എന്ന് പിണറായി വിജയൻ ആലോചിക്കണം. അദ്ദേഹത്തിന് മഹാരാജാവൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ അദ്ദേഹത്തോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ആ പാർട്ടി ലീഡർഷിപ്പിന് തയ്യാറാവണം, അതിൽ കഴിവ് വേണം. അതില്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള വിനീത വിധേയരായിട്ട് നിൽക്കുന്ന ആ കൂട്ടരായിട്ട് പാർട്ടി ലീഡർഷിപ്പ്, CPM ലീഡർഷിപ്പ് മാറുകയാണെങ്കിൽ
വരികയാണെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോകാനേ പറ്റുള്ളൂ. സെൻട്രൽ ലീഡർഷിപ്പ് ശക്തമായി ഇടപെടേണ്ട ഒരു സമയമാണിത്. കാരണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ ബദൽ എന്നൊരു സംഗതി നിലനിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ നിൽക്കുന്ന കക്ഷികളെ കൂടെ നിർത്താനുള്ള അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കേന്ദ്ര ലീഡർഷിപ്പിനുണ്ട്. അത് അവർ കാണിക്കുന്നില്ല. Debate with Smriti Parathikar.